കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് തെരുവിൽ പ്രതിഷേധ ധർണ നടത്തും. വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ബി കൊൽക്കത്തയിൽ ഇന്ന് മെഴുകുതിരി മാർച്ച് നടത്തും. അതിനിടെ നാളെ രാവിലെ 6 മുതൽ ഒ അടക്കം ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ CBI സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം ഇന്നലെ കൊൽക്കത്തയിൽ എത്തിയതാണല്ലോ. അവിടെയുള്ള പൊതുവായ ഒരു വികാരം എന്താണ്? മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ സംഭവം അതിൽ ഒരു രാഷ്ട്രീയ പോരുകൂടി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. രാജ്യവ്യാപക പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഈ PG ഡോക്ടേഴ്സിന്റെ ആവശ്യം? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, കൊൽക്കത്തയിൽ ഈ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയും തെരുവിൽ സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള പ്രതിഷേധക്കാർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. CBI അന്വേഷണം ഏറ്റെടുത്ത് ദിവസങ്ങൾ 3 ദിവസത്തോളം പിന്നിട്ട സാഹചര്യത്തിലും അതിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നില്ല പ്രതിഷേധക്കാർ എന്നുള്ളതാണ് പ്രധാന ആവശ്യം എന്നുള്ളത്. ഈ കേസിലെ പ്രതികളെ മുഴുവനായി എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണം എന്നതിനോട് ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ സുരക്ഷ എന്നുള്ളതാണ്. ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള ഡോക്ടർമാർ, അവർക്ക് ഈ ആശുപത്രിയിൽ ഡ്യൂട്ടി സമയത്ത് പോലും തങ്ങളുടെ സുരക്ഷ, ജീവൻ എന്നിവ ഉറപ്പു നൽകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്. ഈ സംഭവത്തിൽ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ അർദ്ധരാത്രിക്ക് ഈ ആശുപത്രിയിലേക്ക് അക്രമികൾ എത്തി 100 പേർ എത്തുകയും ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവമുണ്ടായത്. ഈ ഘട്ടത്തിൽ ഈ സമരപ്പന്തലിൽ പ്രതിഷേധിക്കുകയായിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ പോലും ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധക്കാർ എന്ന നിലയിൽ കൊടികളും അവരുടേതായ തന്നെ മുദ്രാവാക്യങ്ങളും ഉപയോഗിച്ചാണ് ഈ സംഘം എത്തിയത് എങ്കിൽ പോലും ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും അടിച്ചു തകർത്ത് ഉപയോഗശൂന്യമാക്കുകയായിരുന്നു. ഇവർ ആരാണ് എന്ന ചോദ്യം, അത് ഒരു വലിയ ചോദ്യമാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെ ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കടന്നത് എന്നുള്ളത്? ഈ ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ദുരൂഹത ഏറ്റവും വർദ്ധിപ്പിച്ചതും. ഇതിൽ പ്രത്യാരോപണങ്ങൾ മുറുകുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനായി പ്രതിഷേധക്കാർക്കിടയിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഗുണ്ടകൾ നുഴഞ്ഞുകയറിയാണ് ഈ അക്രമം നടത്തിയത് എന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. അതേസമയം തെളിവുകൾ നശിപ്പിക്കാനും പ്രതിഷേധക്കാരിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അവർ അക്രമാസക്തരായി ഇരിക്കുന്നു എന്ന ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മമതാ ബാനർജി, മുഖ്യമന്ത്രി അടക്കം ഇന്ന് തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുന്നു. പ്രതിപക്ഷത്തിന് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നും ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൃണമൂൽ ഏത് ഘട്ടത്തിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, സ്ത്രീ ശക്തിക്ക് വേണ്ടി നിലനിൽക്കുന്ന സംഘടന എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിലെ വനിതാ നേതാക്കളും ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് മെഴുകുതിരി മാർച്ച് BJP മഹിളാ മോർച്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കൾ അടക്കം വലിയൊരു നിര തന്നെ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഈ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സംഘടനകൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി പ്രതിഷേധം തുടരുകയാണ് പലയിടങ്ങളിലായി. അതേസമയം CBIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുന്നു. ഇന്നലെ രാത്രി വരെ ഏതാണ്ട് 11 മണിവരെ CBI സംഘം ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിലവിലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ CBI സംഘം ചോദ്യം ചെയ്തു. അതിനുശേഷം പിന്നീട് പ്രിൻസിപ്പലിനെ CBI കൊൽക്കത്തയിലെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. സമാനമായി ഈ ഉന്നതരുമായി ഇന്നും CBI സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിയും പുരോഗമിക്കുകയാണ്. പോലീസ് ഇതിനകം 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട്. കൂടാതെ ഈ അക്രമം നടന്ന സമയത്ത് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അക്രമികളുടെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കും
ന്യായീകരിക്കാനുള്ള ശ്രമം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്ന ആരോപണം പോലീസിനുണ്ട്. ട്വിറ്റർ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ഉന്നയിച്ച് അന്വേഷണത്തിനെതിരായി മറ്റും വരുന്ന പോസ്റ്റുകൾ അത് കണ്ടെത്തി അവർക്കെതിരെ, ഈ ഹാൻഡിലുകൾക്കെതിരെ നടപടിയും കൊൽക്കത്ത പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം നിരവധി ഹാൻഡിലുകൾക്ക് ഇതിനകം തന്നെ കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ പിൻവലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.